മക്കളെ നീറ്റ് എക്സാം ആയി അല്ലെ? കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ നിരവധി മോക്ക് എക്സാംസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ മോക്ക് എക്സാംസിനൊന്നും ചിലപ്പം നമ്മൾ പ്രതീക്ഷിച്ച അത്ര റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു ലക്ഷ്യത്തിനോട് ചിലപ്പം നമ്മൾ അടുത്തെത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് അത്രയധികം എഫേർട്ട് ഈ എക്സാമിന് ഇട്ടിട്ടുണ്ട് താനും. അത്രയധികം രാത്രികൾ നിങ്ങൾ ഉറക്കൊഴിച്ച് പഠിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗിവ് അപ്പ് ചെയ്ത് നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആ മക്കളോടാണ് പറയുന്നത്, മക്കളെ ഒരിക്കലും നിങ്ങളെ കഥ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കരുത് അല്ലെ? ചില കുട്ടികൾ വിചാരിക്കുന്നത് തോന്നുന്നുണ്ട്, ഇനിയൊക്കെ കഴിഞ്ഞു, ഇനി നോക്കിയിട്ടൊന്നും കാര്യമില്ല. മക്കൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, മെയ് 3 എന്ന് പറഞ്ഞ ദിവസത്ത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് 2 മണി എന്നുള്ള സമയത്ത് ഏതൊരു കുട്ടിയും നീറ്റ് എന്നുള്ള എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും 0 എന്നുള്ള മാർക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ എക്സാം എഴുതുന്നു എന്നാണ് എൻ്റയർ സ്റ്റോറിയെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ 3 മണിക്കൂർ വളരെ അഗ്രസീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, നോ മാറ്റർ വാട്ട്. കഴിഞ്ഞ മുമ്പത്തെ ഒരു 5-10 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല, 11ാമത്തെ ക്വസ്റ്റ്യനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്രയും എഫക്റ്റീവായിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യും എന്നുള്ള ദൃഢതയോടെ നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ മക്കളെ, മിറാക്കിൾസ് വിൽ ഹാപ്പൻ ഫോർ പീപ്പിൾ ഹു ഹാവ് പുട്ട് ഇൻ ഹാർഡ് വർക്ക്. സോ ആ മിറാക്കിൾസ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ സ്റ്റോറി കഴിഞ്ഞിട്ടില്ല. പിക്ചർ അബി ബാക്കി ഹേ മേരെ ദോസ് എന്ന് പറയുന്ന പോലെ എൻ്റെ കഥ ഇനിയും ബാക്കിയുണ്ട് എന്ന രീതിയിൽ ഈ വരുന്ന ഈ എക്സാം മെയ് 3 നമ്മൾ ദിവസമാക്കി മാറ്റാൻ എല്ലാ കുട്ടികളും അതിനനുസരിച്ചുള്ള മൈൻഡ് സെറ്റോടെ എക്സാമിന് അപ്പിയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.